ഹലോ വെൽക്കം ബാക്ക്. ഞാനിങ്ങനെ ആമസോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പേജ് കാണുന്നത്. അതായത് സാംസങ്ങിൻ്റെ S21FEയുടെ 8GB 256GB വേരിയൻ്റെ പ്രൈസ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് 26,999 ആണ് ഇപ്പം സെയിൽ ചെയ്യുന്നത്. അപ്പം 27,000 രൂപ എന്ന പ്രൈസ് പോയിന്റ്. കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ ഒരു സ്നാപ്ഡ്രാഗൺ 888 മോഡൽ ലോഞ്ച് ചെയ്ത്. അല്ലാതെ എക്സിനോസിൻ്റെ മോഡൽ അതിൻ്റെ അപ്പുറത്ത് 2 വർഷം മുമ്പേ ലോഞ്ച് ചെയ്തതാണ്. അപ്പം സ്നാപ്ഡ്രാഗൺ മോഡൽ കഴിഞ്ഞ വർഷമാണ് ലോഞ്ച് ചെയ്തത്. അപ്പം ഈ ഒരു വർഷം അത് 2024 വേണ്ട സമയത്ത് ഈ ഒരു 27,000 രൂപ എന്ന ഒരു പ്രൈസ് പോയിന്റിൽ ഇത് അത്രത്തോളം വേർത്താണ്. ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോണായിട്ട് ബെസ്റ്റ് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ഫോണിനുണ്ടോ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് നോക്കാം. ഞാൻ കൂടുതലായിട്ട് സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ പറയുന്നില്ല. എല്ലാത്ത രീതിയിൽ ഇത് ഈ ഒരു സമയത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം വേർത്തായിട്ടുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് പ്രൈസ് തന്നെ പറയാം. അത് 8GB 256GB ആണ് വരുന്നത്. 8GB 128GB ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പം കാണുന്നില്ല. സോ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് മാത്രം എടുക്കാം. 128GB പോയിട്ട് എടുക്കരുത്. കാരണം ഒന്നാമതിൽ SD കാർഡിൻ്റെ സ്ലോട്ട് വരുന്നില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മളതിൽ മെയിനായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെ ഷൂട്ട് ചെയ്യാം. അപ്പം ഒരു 4K വീഡിയോ എടുത്താൽ ഇത് നല്ല രീതിയിൽ സ്റ്റോറേജ് എന്തായാലും പോകും. അപ്പോൾ എന്തായാലും എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 256GB എങ്കിലും മിനിമം എടുക്കാൻ നോക്കുക ഇനി അങ്ങോട്ടേക്കുള്ള ഫോൺസിൽ. അപ്പോൾ SD കാർഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതില്ലാത്ത ഫോണിലാണെങ്കിൽ തന്നെ ഇതും കൂടെ ഒന്ന് മെയിനായിട്ട് നോക്കാം. അപ്പം 27,000 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് പോയിൻ്റ് എന്ന് പറഞ്ഞത്. 40,000 രൂപയ്ക്ക് ആയിരുന്നു കഴിഞ്ഞ വർഷം ഇത് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായത്. S20FE സീരീസ് അറിയാമല്ലോ, ആദ്യം നല്ല രീതിയിലുള്ള പ്രൈസ് കൂട്ടി ഇറങ്ങും, പിന്നീട് അത് കുറഞ്ഞ് ഓഫറിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പ്രൈസ് ഡ്രോപ്പിലായിരിക്കും സെയിൽ ചെയ്യുന്നത്. അപ്പം S21FE 2024 ഡിസൈൻ വൈസ് പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. സോ 27,000 എന്ന പ്രൈസ് പോയിന്റ് സാംസങ്ങിൻ്റെ ഫോൺ എന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബാക്കിയുള്ള ഫോൺസിലും പ്ലാസ്റ്റിക് തന്നെയാണ് വരുന്നത്. അപ്പം അത് വലിയ രീതിയിലുള്ള ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. ഡിസൈൻ വൈസും ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടാണ് തോന്നുന്നത്. ക്യാമറ ലെൻസിൻ്റെ സൈസൊക്കെ ഭയങ്കര ചെറുതാണ്. കാണാൻ അത്ര ഒരു പ്രീമിയം ലുക്കൊന്നും ഈ ഒരു ഫോണിന് കിട്ടുന്നില്ല. സോ ഡിസൈൻ വൈസ് ഔട്ട്ഡേറ്റഡ് ആയി എന്ന് തന്നെ പറയാം. കാണാൻ അത്ര വലിയ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണൊക്കെ ആയിട്ട് കമ്പയർ സമയത്ത് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ലുക്കുള്ള ഫോൺ തന്നെയാണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആവാത്തതിൻ്റെ ഡിസ്പ്ലേ ആണ് 6.4 ഇഞ്ചിൻ്റെ ഡൈനാമിക് അമോലഡ് 2Xൻ്റെ ഒരു 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ വൈസ് ഉഗ്രനാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ മറ്റേതൊരു ഫോണിനും ഇത്രക്കും ബെസ്റ്റ് ഡിസ്പ്ലേ ഇപ്പോൾ കിട്ടുന്നില്ല. സോ അത്രക്കും നല്ല ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഫ്ലാറ്റ് ആണ്, കർവ്ഡും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സോ ഡിസ്പ്ലേ വൈസ് വേറെ ഏതൊരു ഫോണും ഇത്രത്തോളം നല്ല ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേ വൈസ് ഉഗ്രനാണ്, ഒരു രക്ഷയില്ല. ഡിസ്പ്ലേയിൽ ഇപ്പോഴും 2 വർഷം മുമ്പേ ഇറങ്ങിയ മോഡലാണ് S21FE ആണെങ്കിൽ പോലും, ഇത് സ്നാപ്ഡ്രാഗൺ ആണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ്, എന്നാൽ പോലും അതിന് മുമ്പേ ഇറങ്ങിയ മോഡലാണല്ലോ. അത് പ്രോസറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. എന്നാൽ പോലും ഡിസ്പ്ലേ വൈസ് അറ്റ് ദ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ കിട്ടുന്ന ഡിസ്പ്ലേ ക്വാളിറ്റി ഇതിൽ കിട്ടുന്നതായിരിക്കും. സോ ഡിസ്പ്ലേ ഉഗ്രനാണ്. ഇതിൻ്റെ ക്യാമറയും അടുത്ത ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇപ്പോഴും കിടലിനായിട്ട് നിൽക്കുന്ന ക്യാമറയാണ്. 12MB ആണ് പ്രൈമറി ക്യാമറ. 12MB ഒരു അൾട്രാ വൈഡും വരുന്നുണ്ട്. 8MB ഒരു ടെലിഫോട്ടോ വരുന്നുണ്ട്. 3X ടെലിഫോട്ടോ ആണ്, അതും വരുന്നുണ്ട്. സെൽഫി ആണെങ്കിൽ 32MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. റിയറിലും ഫ്രണ്ടിലും 4K ആയിട്ട് 16 FPS ഉള്ള വീഡിയോസ് നല്ല സ്മൂത്തായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ മറ്റ് ഫോൺസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്യാമറ വൈസ് ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ്. മെയിൻലി നിങ്ങൾ വ്ളോഗിങ് ആണ്, വീഡിയോ ആണ് മെയിനായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ മാത്രം എടുക്കുക. ഈ ഒരു പ്രൈസ് പോയിന്റ് ബാക്കിയില്ലാത്തതെടുത്താൽ അത്യാവശ്യം ഷേക്കും കാര്യങ്ങൾ തന്നെ വരും. ഇതിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ആ ഒരു ക്യാമറ ക്വാളിറ്റി ഈ ഒരു ഫോണിന് കിട്ടുന്നുണ്ട്. സോ വീഡിയോഗ്രാഫി ആണ് മെയിൻ പ്രിഫറൻസ് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോവുക. അല്ല ഫോട്ടോ ആണെങ്കിൽ ബാക്കി എല്ലാ ഫോണും വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ വീഡിയോഗ്രാഫി ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ദി ബെസ്റ്റ് എന്ന് പറയാം. നോ കൺഫ്യൂഷൻ. വേറെ ഒരുപാട് ഫോൺസ്, ഒരുപാട് ബ്രാൻഡ് ഉണ്ടെങ്കിൽ പോലും വീഡിയോഗ്രാഫിയിൽ ഞാൻ പറയുന്നു ഇതാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് ഔട്ട്പുട്ട് തരുന്ന ഒരു ക്യാമറ എന്ന് പറയുന്നത്. സോ ക്യാമറയിൽ ഒരു രക്ഷയില്ല. ഇനി ഇതിൻ്റെ പെർഫോമൻസ് നേരത്തെ പറഞ്ഞു, അതായത് കോൾകോം സ്നാപ്ഡ്രാഗൺ 888 പ്രോസറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ദി ബെസ്റ്റ് പെർഫോമൻസ് ഒന്നും ഇതിൽ കിട്ടൂല. ഇപ്പം പോക്കോ F6 ഒക്കെ വരുന്നുണ്ട്. അതിലൊക്കെ ആണെങ്കിൽ വേറെ ലെവൽ ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഫോണാണ്. ഇതൊരു ഗെയിം സെൻട്രിക് ആയിട്ടുള്ള ഫോണല്ല, എന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു ഫ്ലാഗ്ഷിപ്പ്, ഒരു പഴയ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു
പെർഫോമൻസ് ഇതിൽ കിട്ടുന്നതായിരിക്കും. ആൻഡ് ടു സ്കോർ എന്ന് പറഞ്ഞ 9 lakhിൻ്റെ അടുത്തൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റേ മോട്ടറോള എഡ്ജ് 50 Pro ഒക്കെ ആണെങ്കിൽ അതിൽ ഇത്രത്തോളം പെർഫോമൻസ് വരുന്നില്ല. സോ എത്രയോ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഇതിൽ കിട്ടുന്നുണ്ട്. എന്നാലും ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ള ഫോണല്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ബെസ്റ്റ് ആണെങ്കിലും ഗെയിമിംഗ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും പോയിട്ട് എടുക്കരുത്, പെട്ടുപോകും. അത്യാവശ്യം നോർമലായിട്ട് ഹീറ്റിംഗ് വരുന്നുണ്ട്, ബാറ്ററി ലൈഫൊക്കെ തന്നെ കുറവാണ്. അപ്പം ഗെയിമിങ്ങിനാണെങ്കിൽ നോക്കണ്ട, പോയിക്കോ, ഇപ്പം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിക്കോ, നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി ഒരു ഓൾറൗണ്ടർ ആയിട്ടാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പെർഫോമൻസ് വൈസ് ഉഗ്രനാണ്, യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും വരാനില്ല. One UI 6.1 ആണ് ഇപ്പം കിട്ടുന്നത്. ആൻഡ്രോയിഡ് 14 ആയിട്ടാണ് വരുന്നത്. ഇറങ്ങിയ സമയത്ത് ആൻഡ്രോയിഡ് 13 ആണ്, ഇപ്പം 14 ആയിട്ടാണ് കിട്ടുന്നത്. പിന്നീട് 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കിട്ടും, മേജറായിട്ടുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഇവിടെ സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജൊക്കെ ആയിട്ടാണ് വരുന്നത്. പെർഫോമൻസ് വൈസും ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അറ്റ് ദ പീക്ക് ലെവൽ ഓഫ് പെർഫോമൻസ് ഈ ഒരു പ്രൈസ് പോയിൻ്റ് കിട്ടുന്നുണ്ട്. അത് നോക്കണം, ഈ 27,000 രൂപ എന്ന പ്രൈസ് പോയിന്റിലാണ് ഈ പറയുന്ന രീതിയിലുള്ള പെർഫോമൻസ് കിട്ടുന്നത്. അതും സാംസങ്ങിൻ്റെ ഫോൺ 1 UI എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിൽ S series ഫോൺ ആയതുകൊണ്ട് കിട്ടുന്നതായിരിക്കും. ബാക്കിയുള്ള സാംസങ്ങിൻ്റെ M സീരീസോ F സീരീസോ A സീരീസോ പോലെയല്ല. ഈ ഒരു S സീരീസിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. അപ്പം അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഇൻ ദ പ്രൈസ് ഓഫ് 27,000 എന്ന പ്രൈസ് റേഞ്ചിൽ. അപ്പം അതും കൂടി മെയിനായിട്ട് നോക്കാം. പിന്നെ ബാറ്ററി 4500 mAh ബാറ്ററി വരുന്നുള്ളൂ. 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ബോക്സിനകത്തൊന്നും വരുന്നില്ല, സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. 25 ഉണ്ടെങ്കിൽ പോലും ചാർജ് ചെയ്യാൻ ഒരു 1.5 മണിക്കൂർ എന്തായാലും ഇടും, കാരണം 4500 mAh ഉണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ S23 ആണെങ്കിൽ അതിൽ 3900 mAh മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ അത് ചാർജ് ചെയ്യാൻ 1 മണിക്കൂറേ വേണ്ടൂ. പക്ഷേ ഇത് കുറച്ചും കൂടെ വലിയ ബാറ്ററി ആയതുകൊണ്ട് തന്നെ 1.5 മണിക്കൂറൊക്കെ എടുക്കും ഫുൾ ചാർജ് ആവാൻ. അപ്പോൾ ബാറ്ററി ഒക്കെ തന്നെ കുറവാണ്. ഒരു ഫുൾ ഡേ ഒന്നൊരു നോർമലായിട്ടുള്ള യൂസ് ആണ് കിട്ടും. അല്ലാത്ത രീതിയിലാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ തന്നെ ചാർജ് തീരും ഈ ഒരു ഫോണിൽ. സോ ബാറ്ററി ലൈഫും കുറവാണ്, ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ കുറവാണ്. കമ്പാരിറ്റീവ്ലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബാക്കിയുള്ള ഫോണിൽ ഒരുപാട് 100 വാട്ടൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാറ്ററി എല്ലാം വളരെയധികം ഷോക്കാണ്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പഴയ ഫോൺ ആർക്കാണ് സ്യൂട്ടാവുന്നത്? നിങ്ങളൊരു ബെസ്റ്റായിട്ടുള്ള ഗെയിമിംഗ് ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പോയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അല്ല, നിങ്ങളുടെ ഓൾറൗണ്ടർ ആയിട്ട് ഒരു ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ S21 FE എന്ന് പറഞ്ഞിട്ട് ബെസ്റ്റായിട്ടുള്ള ചോയ്സാണ്. പിന്നീട് ക്യാമറ, മെയിനായിട്ട് ഞാൻ പറയുന്നത് വീഡിയോഗ്രാഫിക്കാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പോയിട്ട് എടുക്കുക, കണ്ണും പൂട്ടിയെടുക്കുക, നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്നതായിരിക്കും. അത് ഫ്രണ്ടും ബാക്കും 4K 16 എപ്പിസോഡുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ അതൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് പോയിന്റ്. സോ ക്യാമറ, ഡിസ്പ്ലേ, ഇതാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ്. ബാക്കി എല്ലാം ഉണ്ട് ഇതിൽ. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ഡിസ്പ്ലേയും അതുപോലെ തന്നെ ക്യാമറയാണ്. സോ അതാണ് നിങ്ങളുടെ മെയിൻ പ്രിഫറൻസ്. ക്യാമറയാണ് നിങ്ങളുടെ മെയിൻ പ്രിഫറൻസ് എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പോയിട്ട് അങ്ങ് വാങ്ങാം. ഇനിയിപ്പം ഈ മാസം ലാസ്റ്റ് ഒരു സെപ്റ്റംബർ ലാസ്റ്റിനാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ബിഗ് ബില്യൺ ഡേയ്സൊക്കെ വരുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഇനിയും പ്രൈസ് ഡ്രോപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ആ സമയത്ത് മറ്റേ കാർഡൊക്കെ വേണം. കാർഡൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. പണ്ടത്തെ പോലെ അങ്ങനെ വലിയ രീതിയിലുള്ള ഓഫേഴ്സൊന്നും ഇപ്പോൾ ഉണ്ടാവാറില്ല. എന്തായാലും കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടൂ. സോ ഇപ്പം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ പോയിട്ട് വാങ്ങിക്കോളും. നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫർ തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.